ഫസയക്ഫീകഹുമുല്ലാഹ്. നബിയേ, മനുഷ്യരുടെ സർവ്വ കുതന്ത്രങ്ങളെയും വഴി തിരിച്ചുവിടാൻ അള്ളാഹുവിന് കഴിയും. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. നബിയേ, അള്ളാഹു മനുഷ്യരിൽ നിന്ന് അങ്ങയെ സംരക്ഷിക്കും. ഹി വാസ് എ മാൻ നോട്ട് ടു ബി കിൽഡ്. നബി തങ്ങൾക്കൊരു മിഷനുണ്ട്, നബി തങ്ങൾക്കൊരു മെസ്സേജ് ലോകത്തിന് കൈമാറാനുണ്ട്. അത് കൈമാറുന്നവരെ നബി തങ്ങളെ കൊല്ലാൻ ആരെക്കൊണ്ടും കഴിയില്ല. 11 വധശ്രമങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 murder attempts. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. അല്ലാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. നബിയെ, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു ഫ്രം പീപ്പിൾ. അല്ലാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. നബിയെ, പേടിക്കണ്ട. 3ാമത്തെ തവണയും പുണ്യനബി തങ്ങളെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയ സുറാഖ ഭൂമിയിലേക്ക് തൻ്റെ കുതിരയുടെ പകുതിയിലേറെ ആണ്ടുപോയപ്പോൾ നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് നബി, എന്നോട് മാപ്പാക്കണേ. എന്തോ അദൃശ്യമായൊരു കഴിവ്, ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ് അങ്ങയുടെ കൂടെയുണ്ട്. എനിക്ക് മാപ്പ് തരണം. ഞാൻ ഇനി അങ്ങയുടെ അനുയായികളോട് ആരോടും യുദ്ധം ചെയ്യില്ല. ഞാൻ അങ്ങയുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിരിക്കുന്നുവെന്ന് അങ്ങയുടെ ഒരു സമ്മതം എനിക്ക് ഒപ്പിട്ട് തരണം. ആ കടലാസ് ഞാൻ അങ്ങയുടെ അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഇനി അങ്ങയോടോ അവിടുത്തെ അനുയായികളോടോ ഇനി യുദ്ധം ചെയ്യില്ല. മുസ്ലിമായില്ല, പിന്നീട് മുസ്ലിമാവുന്നത്. നബി തങ്ങൾ സുറാഖയോട്, സുറാഖ, ആ കൈയൊന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈയൊന്ന് നീട്ടണേ. സുറാഖ കൈ നീട്ടിക്കൊടുത്തു. ആ കൈ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു പറയുകയാണ്, മരുഭൂമിയുടെ മധ്യത്തിൽ ആരും യാത്ര പോകാത്ത ഒരു വഴിയിലൂടെയാണ് നബി തങ്ങൾ യാത്ര പോയത്, ഹിജ്റ പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇയാളെങ്ങനെ മണത്തറിഞ്ഞതാണ്, ആ വഴിക്ക് എത്തിയതാണ്. സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ട് എന്താ നബി തങ്ങൾ പറയുന്നത്? യാ സുറാഖ കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സുറാഖ, കിസ്റയുടെ കൈകളിലെ ആഭരണങ്ങളുണ്ടല്ലോ, ആ വളകളും വജ്രങ്ങളും ആഭരണങ്ങളും മോതിരങ്ങളും ഒക്കെ സുറാഖ നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അപ്പൊ സുറാഖ ചോദിക്കുകയാണ്, കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റ എന്ന പേർഷ്യൻ രാജാവിനെയാണോ മുഹമ്മദ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? ഖാല നഅം, അതെ. പേർഷ്യൻ എംപയറിന്റെ അന്നത്തെ എംപയർ അയാളാണ് കിസ്റ ബിൻ ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റ. കിസ്റ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാളുടെ കൈകളിലെ ആഭരണങ്ങൾ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരനായി മാറാൻ പോകുന്ന സുറാഖയുടെ കൈകളിൽ വരുമെന്ന് മരുഭൂമിയുടെ നടുവിൽ മക്കയിൽ നിന്ന് ആരും കാണാതെ ഒളിച്ചോടുമ്പോഴാണ് നബി തങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. സുരക്ഷിതത്വം അന്വേഷിച്ചോടുകയാണ്. അല്ലാഹുമ്മ അദ്ഖിൽനീ ഖൈറൽ മദ്ഖൽ. പടച്ചവനെ, നീ എന്നെ ഏറ്റവും നല്ല ഇടത്തേക്ക് അല്ലാഹു എന്നെ കൈപിടിച്ച് കയറ്റി തരണമേ. അല്ലാഹുവേ, ഞാൻ കയറി ചെല്ലുന്ന ഇടം അഹബ്ബുൽ ബിലാദി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്കാക്കി തരണമേ എന്ന പ്രാർത്ഥനയിൽ യഥ്രിബിനെ ലക്ഷ്യമാക്കി, മദീനയെ ലക്ഷ്യമാക്കി നബി തങ്ങൾ പോകുന്ന ആ ഒരു യാത്രയിൽ ഹബീബിനെ കൊല്ലാൻ വന്ന ശത്രുവിനോട് നബി തങ്ങൾ പറയുന്നത് ഒരു 15 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സംഭവിക്കുന്നത്. സ്വഹാബികൾ മുഴുവനും ഹബീബായ നബി തങ്ങളോട് ആവലാദികൾ എന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ച് പ്രതീക്ഷകളുടെ 1000 പൂച്ചെണ്ടുകൾ സമ്മാനിക്കുമായിരുന്ന നമ്മുടെ ഗുരുവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബശ്ശിറൂ വലാ തുനഫിറൂ. സന്തോഷം പറയണേ ജനങ്ങളോട്, സന്തോഷം പറഞ്ഞു കൊടുക്കണേ ജനങ്ങളോട്. വെറുപ്പ് പറയരുതേ, ജനങ്ങളെ വെറുപ്പിക്കരുതേ. വലാ തുനഫിറൂ, ജനങ്ങളെ വെറുപ്പിക്കരുത്. നബി തങ്ങൾ പറയാറുണ്ട്, ബശ്ശിറൂ വലാ തുനഫിറൂ യസ്സിറൂ വലാ തുഅസ്സിറൂ. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്, ജനങ്ങൾക്ക് ആശ്വാസം നൽകണം, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. മക്കാ വിജയം നടക്കുന്നു. 10,000-ഓളം സ്വഹാബിമാർ മക്കയെ ലക്ഷ്യമാക്കി ഹബീബിന്റെ കൂടെ മാർച്ച് ചെയ്തു വരികയാണ്. ഹിജ്റയുടെ 8ാം വർഷം നടക്കുന്ന ആ മഹാസംഭവമാണ് ഇദാ ജാഅ നസ്റുല്ലാഹ്. ആ സൂറത്ത് പറയുന്നത് മക്കാ വിജയമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹ് ഇന്നഹു കാന തവ്വാബാ. നബിയേ, അല്ലാഹുവിൻ്റെ സഹായം വരികയും
മക്കാ വിജയം സാധ്യമാവുകയും ചെയ്താൽ അങ്ങ് ധാരാളം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അസ്തഗ്ഫിറുല്ലയും വർദ്ധിപ്പിക്കണമേ, അള്ളാഹുവിന് നന്ദി പറയണമേ എന്ന് പറഞ്ഞ ഖുർആനിലെ അവസാനമായി ഇറങ്ങിയ പൂർണ്ണമായ സൂറയാണ് സൂറത്തുൻ നസ്ർ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂർണ്ണമായ സൂറത്ത് ഇറങ്ങിയിട്ടില്ല, ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. മക്കാ വിജയം നടക്കുന്നു. മക്കയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബിമാരുടെ മുദ്രാവാക്യം ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. ട്രൂത്ത് ഹാസ് കം. സത്യം വന്നിരിക്കുന്നു. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ. വിക്ക്ഡ്നെസ് ഹാസ് വാനിഷ്ഡ്. തിന്മകൾ നാമാവശേഷമായിരിക്കുന്നു. ഇന്നൽ ബാതില കാന സഹൂഖാ. ഈവിൽ ഈസ് എവർ വാനിഷർ. എപ്പോഴും തിന്മകൾ ഇല്ലാതെയായി പോകും. തിന്മകൾക്ക് കുറേ കാലം പിടിച്ചിരിക്കാൻ പറ്റൂല. വർഗീയതയും ഈ വെറുപ്പും വിദ്വേഷവും ഇതൊന്നും കുറേ കാലം പിടിച്ചിരിക്കാൻ, കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സ്നേഹവും കാരുണ്യവുമാണ് അതിജയിക്കുക. നീതിയും സത്യവുമാണ് അതിജയിക്കുക. കുറച്ചു നേരം പുകമറയിടാനൊക്കെ പറ്റും, പക്ഷെ അത് മറനീക്കി പുറത്തു വരും. ഈ മുദ്രാവാക്യങ്ങളുമായി വരുമ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഹബീബായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഇങ്ങനെ സംഘത്തിന്റെ കൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ മഹാനവറുകൾ മക്ക കാലഘട്ടത്തിൽ സ്വഹാബിമാർ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് ഓർത്തുപോയി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നിലവിളിച്ചത്, ക്രൂരമായ മർദ്ദനമേറ്റ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഷഹീദത്തായത്, അവരുടെ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്, സുഹൈബ് തങ്ങളെയും പാവങ്ങളായ സ്വഹാബിമാരെയും ക്രൂരമായി മർദ്ദിച്ചത്, അതെല്ലാം മക്കയുടെ ഗന്ധം. മദീനക്കാരനാണെങ്കിലും സഅദ് റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ വന്നപ്പോ സഅദ് എന്നവർ ആവേശപ്പുറത്ത് പറഞ്ഞുപോയി, അൽ യൗമ യൗമുൽ മൽഹമ. ഇത് യുദ്ധത്തിന്റെ ദിവസമാണ്. യൗമുൻ അദല്ലല്ലാഹു ഖുറൈശ. ഖുറൈശികളെ അല്ലാഹു നാണം കെടുത്തുന്ന ദിവസമാണ്. പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്ന ഒരു ധ്വനി സഅദ് റളിയല്ലാഹു അൻഹു മാത്രം അങ്ങ് വിളിച്ചു പറഞ്ഞു. ആ വിളിയാളം കേട്ടപ്പോഴാണ് ലോകത്തിന്റെ ഗുരു പറഞ്ഞത്, അല്ല അല്ല, ഒരിക്കലുമല്ല, അൽ യൗമ യൗമുൽ മർഹമ. ഇത് മൽഹമത്തിന്റെ ദിവസമല്ല, ഇത് കരുണയുടെ ദിവസമാണ്, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്, ദയാവായ്പിന്റെ ദിവസമാണ്, പൊതുമാപ്പിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. യൗമുൻ അസ്സല്ലാഹു ഖുറൈശ. ഖുറൈശികൾക്ക് അല്ലാഹു അവരുടെ ഇസ്സത്ത് നേടിക്കൊടുക്കുന്ന ദിവസമാണിത്. അവിടുന്ന് വെറുപ്പിക്കൽ ഇഷ്ടമായിരുന്നില്ല നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും വെറുപ്പിക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അവിടത്തേക്ക് നബി തങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഖുറൈശികളെ, മാ ظنكم അന്നീ ഫാഇലും ബിക്കും. കഅബാലയത്തിന്റെ ത്രഷോൾഡിൽ കൈവച്ചുകൊണ്ട് തങ്ങൾ ചോദിച്ചു, ഖുറൈശികളെ, നിങ്ങൾ എന്നെയും അനുയായികളെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടവരാണ്. എന്റെ നിരപരാധികളായ വിശ്വാസികളെ അവർ നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അരസന്റെ ഭൂമിക്ക് പോലും അവർ തിക്കും തിരക്കും കൂടാൻ വന്നിട്ടില്ല. അവരവരുടെ വിശ്വാസം മനസ്സിനുള്ളിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനായ അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്റെ അനുയായികളെ ക്രൂരമായി നിങ്ങൾ കൊന്നവരല്ലേ. നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 10,000 സ്വഹാബികൾ ബാക്കിലുണ്ട്. 10,000. അതൊരു ബൈബിളിന്റെ പ്രവചനമായിരുന്നു. 10,000 ആളുകളുമായിട്ടാണ് നബി തങ്ങൾ മക്കയിലേക്ക് വരിക. അത് വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ അല്ലാഹു അറിയിച്ചു കൊടുത്തൊരു വിവരമാണ്. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. He came with 10,000s of saints. 10,000 വിശുദ്ധാത്മാക്കളോടുകൂടെ ആ പ്രവാചകൻ കടന്നു വരുമെന്നൊരു പ്രൊഫസി ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. വായിച്ചാൽ മനസ്സിലാവും. ആ 10,000 ആളുകളുമായി വന്നത് മക്കയിലേക്ക് വന്ന യാത്രയാണ്. മക്കക്കാർ വിചാരിച്ചു, ഇറസിസ്റ്റബിൾ, ഒന്നും ചെയ്യാൻ പറ്റൂല, പ്രതിരോധിക്കാൻ പറ്റൂല, നിന്നൊടുക്കാനേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നവർ ഉറപ്പിച്ചു. അവർ നബിയുടെ മുഖത്തേക്ക് നോക്കി കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അൻത അഖുൻ കരീം വബിനു അഖിൻ കരീം. മുഹമ്മദ് നബിയെ, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ ഒരു കൂട്ടുകാരനാണ്. യു ആർ എ ജനറസ് ബ്രദർ ആൻഡ് എ സൺ ഓഫ് അവർ ജനറസ് ബ്രദർ. ഞങ്ങളുടെ സഹോദരനായിരുന്ന അബ്ദുള്ളയുടെ ഒരു നല്ല മനുഷ്യന്റെ നല്ല മോനാണ് നിങ്ങൾ. പക്ഷെ തങ്ങൾക്ക് ചോദിക്കാം, അങ്ങനത്തെ എന്നെ 11 തവണ കൊല്ലാൻ വേണ്ടി വന്നവരല്ലേ നിങ്ങൾ? നബിക്ക് ചോദിക്കാമായിരുന്നു. തങ്ങൾ ചോദിച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. നമ്മളൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ പ്രതികരിക്കൂലേ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പറ്റാത്തതുകൊണ്ടാണ്.
ചെയ്യാൻ പറ്റുന്ന 4 ഇരട്ടിയാണ് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫേസ്ബുക്കിലെ യുദ്ധമാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മൗനം നിന്നുകൊണ്ട് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് മറുപടി കൊടുക്കുക, അതൊക്കെ ചില ആളുകൾക്ക് മാത്രം ഉള്ളൊരു സംഭവമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങ് കിട്ടുന്നതിന് ഉരുളക്കുപ്പേരിയാണ് കൊടുക്കുന്നത്. ഹബീബായ നബിക്ക് പറയാമായിരുന്നു, അവര് കാരുണ്യത്തിന് വേണ്ടി കേഴുമ്പോൾ ജീവനോട് കൊതിയുണ്ടായിരിക്കെ പിഞ്ചുമക്കളെ വീട്ടിലാക്കിയിട്ട് എൻ്റെ അനുയായിയായ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിൽ തൂക്കുമരത്തിലിട്ട് നിങ്ങൾ തൂക്കുകയറുകൊണ്ട് നിങ്ങൾ കൊല ചെയ്തവരാണ്. എന്തേ എൻ്റെ ഖുബൈബ് നിങ്ങളോട് ചെയ്തത്? എന്തേ എൻ്റെ ബിലാൽ നിങ്ങളോട് ചെയ്തത്? എന്തേ സുമയ്യ ബീവി എന്ന പരിശുദ്ധയായ സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്തിന് നിങ്ങൾ അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു? എന്തിന് എൻ്റെ അനുയായികളെ മുഴുവൻ നിങ്ങൾ ഇവിടെ നാട്ടിയോടിച്ചു? ഹബീബിന് ചോദിച്ചൂടെ? എൻ്റെ അനുയായികളുടെ സമ്പത്ത് കൊണ്ടല്ലേ നിങ്ങൾ ബദർ യുദ്ധമുണ്ടാക്കിയത്? എൻ്റെ അനുയായികൾ ഇവിടെ ഇട്ടേച്ചു പോയ അവിടുത്തെ വീടും അവരുടെ പറമ്പും അവരുടെ കച്ചവടവും അവരുടെ കൃഷിയിടങ്ങളും അത് വിറ്റുപെറുക്കിയിട്ട് സിറിയയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് പകരം ആയുധം കൊണ്ടുവന്ന് ആ ആയുധം കൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിന് ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പോയതാണ് ബദർ യുദ്ധമായി മാറിയത്. ബദർ യുദ്ധത്തിന്റെ കാരണം എന്താ? നബി തങ്ങൾ പോയി യുദ്ധം ചെയ്തതല്ല, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് സിറിയയിൽ കൊണ്ടുപോയി അബൂ സുഫിയാന് വിറ്റിട്ട് പകരം ആയുധം വാങ്ങി വരുന്ന ആരോട് യുദ്ധം ചെയ്യാൻ? ഈ മുസ്ലിമീങ്ങളോട്. അപ്പോഴാ നബി തങ്ങൾ ആ കച്ചവട സംഘം പിടിക്കണമെന്ന് പറഞ്ഞു. എന്നല്ലാതെ അരിയും ഗോതമ്പും വേണ്ടിയിട്ടല്ല പിടിച്ചത്, അത് ഉമ്മത്തിന്റെ സ്വത്തായിരുന്നു. അതാണ് പിന്നെ യുദ്ധമായി മാറിയത്. ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന വലിയൊരു പ്രഖ്യാപനം, ഇത് ലോകമറിയണ്ടേ, ഇങ്ങനെ ഒരു വിജയശ്രീലാളിതനായി വരുന്ന ഒരു രാജാവ്, ലോകത്തെ ഒരു ചക്രവർത്തി, ഒരു എംപറർ, ഏതെങ്കിലും ഒരു കിങ്, ഒരു ഭരണാധികാരി ഇങ്ങനെ ഒരു പബ്ലിക് ആംനസ്റ്റി ലോകത്തെ എവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്? എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു? ലോകമഹായുദ്ധം, ക്രൂസൈഡ് കഴിഞ്ഞില്ലേ? എത്രയെല്ലാം യുദ്ധങ്ങൾ ലോകത്ത് കഴിഞ്ഞു. നമുക്ക് സമാനമായ ഒരു അനാലജി എവിടെന്നെങ്കിലും കിട്ടുമോ? കിട്ടൂല. ലാ അഖൂലു ലക്കും ഇല്ലാ മാ ഖാല അഖീ യൂസുഫ് ലിഖവതിഹി. ഖുറൈശികൾ ഇങ്ങനെ മൗനമായി കഅബാലയം, കഅബ ഉയർന്നിട്ടാണല്ലോ, കഅബന്റെ ചുമര്, കഅബയുടെ വാതിൽ തന്നെ ഉയരത്തില്ല. നമുക്ക് വീട്ടിൽ കയറുന്ന പോലെ കയറാൻ പറ്റൂല കഅബയ്ക്ക്, അറിയാലോ. അത് പണ്ടേ ഖുറൈശികൾ ചെയ്തതാ. അത് കഅബാലയം പരിശുദ്ധമായ അള്ളാന്റെ വീടാണ്. അതിലാരും ഇങ്ങനെ ഓടിച്ചാടി കയറരുത്. അതുകൊണ്ട് അവിടെ സ്റ്റെപ്പ് ഇടാത്തത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. കഅബാലയത്തിന്റെ മുന്നിൽ സ്റ്റെപ്പില്ലല്ലോ, കോണി വെച്ചിട്ടേ കയറാൻ പറ്റൂ. അത് പണ്ടേ അങ്ങനെയാണ്. എന്തിനെന്നറിയോ? നല്ല മനുഷ്യർ പെർമിഷൻ കൊടുത്തിട്ട് കയറിയാൽ മതി എന്നാ. ആരും ഓടിച്ചാടി കയറിയിട്ട് അവിടെ കയറി വന്ന് അവിടെ ഇരിക്കാൻ പറ്റൂല. അത് ഇറ്റ് ഈസ് എ സീക്രട്ട് സാങ്ച്വറി ഓഫ് അല്ലാഹ്. അതിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. അതിനാണ് ഈ കഅബന്റെ ആ ഒരു വാതിൽക്കട്ടിൽ ഉയർന്നു നിൽക്കുന്നത്. വേറെ ഒരു വീടും പോലെയല്ല അത്. അതിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനാണ്. ഹബീബായ നബി ഞങ്ങൾ നിൽക്കുന്നു. അനുയായികൾ മുഴുവനും മുമ്പിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്, പേടിച്ച് നിൽക്കുക. 10,000 സൈന്യമാണ് ഹബീബിൻ്റെ ബാക്കിലുള്ളത്. ഒരു വിരലനക്കിയാൽ അവരവിടെ ചോരക്കളം തീർക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പ്രവാചക സഹോദരനായിരുന്ന പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ആ മഹാനവറുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ 10 ജ്യേഷ്ഠന്മാരോട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ജ്യേഷ്ഠന്മാർ പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി മരിച്ചുപോയി എന്ന് വിചാരിച്ച് വാപ്പയോട് കള്ളം പറഞ്ഞിട്ട് യൂസുഫ് നബിയെ കച്ചവട സംഘം പെറുക്കിയെടുക്കുന്നു, ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുന്നു, ഈജിപ്തിന്റെ പൗരത്വം ലഭിക്കുന്നു, അവിടുത്തെ മിനിസ്റ്ററാവുന്നു, ഈജിപ്തിന്റെ ഭരണാധികാരിയായി സിംഹാസനത്തിലിരിക്കുമ്പോ റേഷന് വേണ്ടി വന്ന തന്റെ 10 സഹോദരങ്ങൾ കൂടെ ബിന്യാമീൻ എന്ന 11ാമത്തെ അനുജനും കൂടെയുണ്ട്. ആ അനുയായികളോട്, സ്വന്തം ജ്യേഷ്ഠന്മാരോട്, ഉടപ്പിറപ്പീങ്ങളെന്ന് നമ്മൾ പറയുന്ന ആളുകളോട് യൂസുഫ് നബി പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയുമോ? യൂസുഫിന് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. മരിച്ചു കുറേ കാലം മുമ്പ്, ചെന്നായ കടിച്ചു പോയതാ. അന്ന് ആ കളവെന്നെ പറഞ്ഞവരവിടെ. കള്ളന്മാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. കളവ് പറഞ്ഞ കളവ് ഓർക്കേണ്ടി വരും, അല്ല ഞാൻ പെട്ടുപോകും. അപ്പോൾ പണ്ട് പറഞ്ഞ യാക്കൂബ് നബിയോട് പറഞ്ഞ കളവെന്നെ അവർ വീണ്ടും ആവർത്തിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം. അത് ചെന്നായ കടിച്ചുപോയി. അന യൂസുഫു, ഞാനാണ് യൂസുഫ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം സിംഹാസനത്തിലിരിക്കുക. ഇവർ താഴ്ന്നു രംഗ, ആ ഒരു എംബാരസ്മെന്റ് ഇതൊന്ന് ആലോചിച്ച് നോക്കി. പേടിച്ചു പോയി അവര്. ഞങ്ങളെ പൊട്ടക്കിണറ്റിലെറിഞ്ഞ് നിങ്ങൾ സർവൈവ് ചെയ്തപ്പോൾ രാജാവായോ? വിശ്വസിക്കാൻ പറ്റിയില്ല. അന യൂസുഫു വഹാദാ അഖീ, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്, എൻ്റെ സഹോദരനാണ്. നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠന്മാരാണ്. ഇതെൻ്റെ ഉപ്പയാണ് യാക്കൂബ് നബി, ഇതെൻ്റെ ഉമ്മയാണ് റാഹിൽ ബീവി. അവരെയൊക്കെ മഹാനവറുകൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവരാകെ പേടിച്ചു.
ലാ തഥരീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളോട് ഇന്നൊരു പ്രതികാരവും ഞാൻ ചെയ്യൂല. നോ റിവെഞ്ച്. ലാ തഥരീബ അലൈക്കുമുൽ യൗം. നിങ്ങളോട് ആരോടും ഇന്നൊരു പ്രതികാരവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹു ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവരാണ്. ആലപ്പുഴയിൽ നിന്ന് വന്ന ഷാവുക്കാണ്. ഒരു ചെയർ കൊടുക്കണേ, നമ്മളെ വലിയ മുഹിബ്ബാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. മാഷാ അല്ലാഹ്, അവരും വരെ സുഹൃത്തും. ലാ തഥരീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ പാല് കാച്ചെന്നാ പറയാം അല്ലേ? ഹൗസ് വാമിംഗ് പാല് കാച്ചെന്നാ പറയല്ലേ? കല്യാണങ്ങളുണ്ടാകും, സദ്യകളുണ്ടാകും, ഒത്തുചേരലുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷമുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മുറിവാക്കിയത് മനസ്സിൽ കൊണ്ടു നടക്കല്ലേ. ലാ തഥരീബ അലൈക്കുമുൽ യൗം. എൻ്റെ മോളുടെ കല്യാണത്തിന് പ്രശ്നമുണ്ടാക്കിയതിന് അവളുടെ മോളെ കല്യാണം വരുമ്പോൾ ഞാനത് പ്രശ്നമാക്കുമെന്ന് മനസ്സിൽ കൊണ്ടു നടക്കല്ലേ, വിട്ടേച്ചുകള. ലാ തഥരീബ അലൈക്കുമുൽ യൗം. പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിരിക്കെ അത് ചെയ്യാതിരിക്കുന്നതാണ് ക്വാളിറ്റി. അല്ലാതെ ഇപ്പോൾ ഒരു വീൽ ചെയറിൽ നിൽക്കുന്ന ഒരു സാധുവിനെ എന്തെങ്കിലും ചെയ്തപ്പോൾ അയാൾ പറയാം ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ സാധുവിന് വരാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. അങ്ങനെ പറ്റാത്തത് കൊണ്ട്. നേരെ മറിച്ച് നിങ്ങളെ ഉപദ്രവിച്ച ആളിനോളം ആരോഗ്യവും കൈക്കരുത്തും സമ്പത്തും സോഷ്യൽ മീഡിയയിൽ ഇടപെടാനുള്ള കഴിവും എല്ലാം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കെ സഹജീവികളായ കൂടെയുള്ള ആളുകളിൽ നിന്ന് വരുന്ന തിന്മകളെ മറച്ചു വെക്കുവാനും പൊതുമാപ്പ് നൽകുവാനും നിരുപാധികം മാപ്പ് നൽകാനും ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മാതൃകയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്സിറൂ വലാ തുഅസ്സിറൂ. എളുപ്പമാക്കണേ, നിങ്ങൾ പ്രയാസമാക്കരുതേ. ബശ്ശിറൂ വലാ തുനഫിറൂ. സന്തോഷിപ്പിക്കണേ, നിങ്ങൾ വെറുപ്പിക്കരുതേ എന്ന് ഹബീബായ നബി നിങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാന്റെ പകലിൽ സ്വന്തം ഭാര്യയുടെ കൂടെ ശയിച്ച ഒരു മനുഷ്യൻ, ഭാര്യയുടെ കൂടെ കിടന്ന് നോമ്പ് ഫസാദാക്കിയ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുകയാണ്, ഹലക്തു യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ നാശമായി പോയി നബിയേ, നാശമായി. റമളാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്ന ആ ഒരു പകൽ സമയം ഹബീബായ നബിയെ ഭാര്യയുമായി കൂടെ കിടന്നു. അത് പാടില്ലായിരുന്നു, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, എന്റെ റമളാൻ മലിനമായി പോയ നബിയെ, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ, ഞാൻ നശിച്ചുപോയി എന്ന് പറഞ്ഞു വരുമ്പോ ഹബീബായ നബി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? വഖഅതു അഹ്ലീ നഹാറ റമളാൻ. നബിയെ, I slept with my wife during the daylight of Ramadan. തങ്ങൾ പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കണം. അന്ന് സ്ലൈവറി ഉള്ള കാലമാണ്. ഒരടിമയെ മോചിപ്പിക്കണം. പറഞ്ഞു, നബി, അടിമയെ വാങ്ങാനൊക്കെ എത്ര കാശ് വേണം? എൻ്റെ അടുത്ത് പൈസ അല്ല നബി, ഞാൻ എന്ത് ചെയ്യാനാ? സെക്കൻഡ് ഓപ്ഷൻ, സുയാമു ശഹ്റൈനി മുതതാബിഈൻ. കൺസിക്യൂട്ടീവ് 2 months നോമ്പെടുക്കണം. 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കണം. അതുകൊണ്ട് കല്യാണം നിക്കാഹും കഴിഞ്ഞ് പുതിയാപ്പിളിയും പുതിയ റമളാനിലൊന്ന് വിട്ടുന്നുള്ളി. റമളാനിൻ്റെ പകലിലെങ്ങാനും ഒരു അബദ്ധം സംഭവിച്ചാൽ മരിക്കോളം നോമ്പെടുത്താൽ വിടൂല ചിലപ്പോൾ. ഒരു നോമ്പിന് 60 നോമ്പാണ്. അത് ഇടക്ക് കട്ടായി പോയാൽ പിന്നെ തലക്കെന്ന് തുടങ്ങണം. 60 നോമ്പ് കണ്ടിന്യൂസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആൾ പറഞ്ഞു, പൊന്നാര നബിയെ, റമളാനിലെ 1 മാസത്തെ ഈ നോമ്പ് ഫസാദായി ഞാൻ എങ്ങനെ നബി 2 മാസമൊക്കെ പിടിച്ചിരിക്കുക? എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. അതാണ് നബി ഞങ്ങൾക്ക് ചിരി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം പറ്റുമെന്ന് ചോദിച്ചു. 60 മിസ്കീന്മാർക്കോ? എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ അല്ല, പിന്നെ എങ്ങനെ ഞാൻ 60 ആൾക്ക്? തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കുക. തങ്ങളെ സ്വഹാബികൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവിടെ നിസ്കാരം നടന്നു, നബി തങ്ങളുടെ വാദ് നടന്നു, ചോദ്യോത്തരങ്ങൾ വരുന്നു, യാത്രാസംഘങ്ങൾ വരുന്നു, നബിയുമായി ചർച്ച ചെയ്യുന്നു, പോകുന്നു. കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വലിയൊരു ബക്കറ്റ് നിറയെ ഈത്തപ്പഴം നബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഐന സായിൽ, ആ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വന്ന ആളെവിടെ എന്ന് ചോദിച്ചു. അന യാ റസൂലല്ലാഹ്, ദാ നബിയെ, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അടുത്തേക്ക് വന്നു. ഇത് നിങ്ങളുടെ നാട്ടിലെ 60 മിസ്കിന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് ഈത്തപ്പഴം. മുപ്പര് ചെയ്ത തെറ്റിന് നബിതങ്ങൾ പൈസ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്, നീ കൊണ്ടുപോയി പ്രായശ്ചിത്തം ചെയ്യേ, നിന്റെ തെറ്റിന് അല്ലാഹു പുറത്തു തരാൻ. അങ്ങനെ അയാൾ ആ ഈത്തപ്പഴം വാങ്ങിച്ചിട്ട് നബിയോട് ചോദിക്കുകയാണ്, അഅല അഫ്ഖറ മിന്നി, എന്റെ വീട്ടുകാരെക്കാളും ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കാനാണോ നബി അങ്ങ് ഉദ്ദേശിച്ചത്? ഫവല്ലാഹി മാ ബൈന ലാബതൈഹാ അഫ്ഖറ മിന്നി, ഈ 2 മലകൾക്കിടയിൽ നബിയെ എന്റെ വീടിനേക്കാളും ദാരിദ്ര്യമുള്ള ഒരു വീടും ആ നാട്ടിലില്ല. കൊണ്ടുപോയി നിന്റെ വീട്ടുകാർക്ക് തീറ്റിക്ക്, അതുതന്നെയാണ് നിന്റെ തെറ്റിന്റെ പ്രായശ്ചിത്തമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ ഒരു വല്ലാത്ത വീക്ഷണമാണ്. ഒരു മനുഷ്യന് തെറ്റുപറ്റി, ആ മനുഷ്യൻ ആ തെറ്റ് സമ്മതിച്ചു വന്നിരിക്കുകയാണ്, അയാളങ്ങ് ഇടങ്ങാറാക്കിയ മനുഷ്യൻ പ്രയാസപ്പെട്ടു പോവില്ലേ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഓപ്ഷൻ പറഞ്ഞിട്ടും സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തേത് 60 ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അത് എന്റെ വീട്ടുകാരാ നബി, ഇവിടുത്തെ ഏറ്റവും വലിയ പട്ടണമുള്ള വീട്ടുകാര്, ഞങ്ങളെക്കാളും പ്രയാസമുള്ള ഒരാളും ഈ നാട്ടിലില്ല. എന്നാ പിന്നെ നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്ക്, നീ ചെയ്തതിന്റെ പ്രായശ്ചിത്തമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ദീൻ പഠിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ ഹബീബായ തങ്ങൾ പറഞ്ഞു, തുമ്മിയാൽ ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയണം, അല്ലേ? അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞാൽ തശ്മീസുൽ ആതിസ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരെന്ത് പറയണം? യർഹമുക്കല്ലാ എന്ന് പറയൽ നിർബന്ധമാണ്. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്താണ്, പക്ഷെ അൽഹംദുലില്ലാ പറയുന്നത് കേട്ടാൽ യർഹമുക്കല്ലാ പറയൽ നിർബന്ധമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് വകവെച്ചു കൊടുത്ത 6 അവകാശങ്ങളിൽപ്പെട്ട ഒരു അവകാശം ഇതാണ്. അയാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയൽ നിർബന്ധമാണ്. നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? അൽഹംദുലില്ലാ എന്ന് തുമ്മിയാ പറയണ്ടേ? അത് കേൾക്കുന്നവരെന്ത് ഇർഹമുക്കല്ലാ. വലിയൊരു ആലിമുണ്ട്, മഹാനായ ഇബ്നു ഖലഫുൽ ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഹംബലി മദ്ഹബിലെ വലിയൊരു പണ്ഡിതനാണ്, അൽ അല്ലാമത്തുൽ ബർബഹാരി. അദ്ദേഹം ബഗ്ദാദിൽ നിന്നൊരു തുമ്മൽ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞതാ. ഇർഹമുക്കല്ലാ എന്ന് തൊട്ടടുത്ത കുറേ ആളുകളുണ്ട്, ശിഷ്യന്മാർ, ഒരക്കടെ ഇർഹമുക്കല്ലാ, അവ ബാക്കിലെല്ലാവരും പറഞ്ഞു, അപ്പൊ അങ്ങാടിയിലെല്ലാവരും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയെന്ന ഈ ഇർഹമുക്കല്ലാ. അപ്പൊ രാജാവ് ചോദിച്ചു, ആര് തുമ്മിയതായത് എന്ന് ചോദിച്ചു. മഹാനായ അല്ലാമ ഇബ്നു ഖലഫുൽ ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി തുമ്മിയതായിരുന്നു. അങ്ങാടിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് തുമ്മിയതാ. അങ്ങാടി വഴി രാജാവിന്റെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്. ആളുകൾ ഇർഹമുക്കല്ലാ പറഞ്ഞിട്ട് ഇർഹമുക്കല്ലാ. അപ്പൊ കേട്ടോല് അങ്ങ് പറയാ, ബേക്കോട്ട്. ഏതായിരുന്നാലും ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരു അഅറാബി നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ചേരുകയാണ്. നിസ്കാരത്തിൽ സൊഫിന്റെ മധ്യത്തിലുണ്ട്, തങ്ങൾ ഇമാമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചു കൊണ്ടിരിക്കുക ഏതോ ഒരു മനുഷ്യൻ തുമ്മി. ഇയാൾ വിചാരിച്ചു തുമ്മിയാൾ എന്തായാലും അൽഹംദുലില്ലാ പറഞ്ഞു കാണുമല്ലോ. ഉറക്കെ പറഞ്ഞു റഹമുക്കല്ലാ. അപ്പൊ അടുത്ത ആളൊരു കുത്തൊടുത്ത് മിണ്ടാണ്ടിരിക്കടോ എന്നല്ല സൂചന. ഇപ്പുറത്താളും പറഞ്ഞു മിണ്ടാണ്ടിരിക്കുക, നിസ്കാരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. നിസ്കാരത്തിൽ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? മനസ്സിലാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. ബാത്റൂമൊന്നും അങ്ങനെയാണ്, ബാത്റൂമിൽ തുമ്മിയാൽ മനസ്സിലെ അൽഹംദുലില്ലാ പറയാൻ പാടുള്ളൂ. അവിടെ നിന്ന് ബാത്റൂം അത് ശുദ്ധിയുള്ള സ്ഥലമല്ല, അതുകൊണ്ട് അവിടെ നിന്ന് അല്ലാഹുവിന്റെ നാമങ്ങളോ പ്രവാചകരുടെ നാമമോ ഒന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. മുഖദ്ദസാത്തുകൾ പവിത്രമായതൊന്നും അവിടെ നിന്ന് പറയാനോ അതിലേക്ക് കൊണ്ടുകൊടുക്കാനും പാടില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇർഹമുക്കല്ലാ പറഞ്ഞത് നിസ്കാരം ബാത്തിലായി, അല്ലേ? അപ്പൊ ചില ആളുകളൊക്കെ മൂപ്പരിങ്ങനെ ഇടങ്ങനിട്ട് നോക്കുന്നത് മൂപ്പര് കണ്ടു. അപ്പൊ എന്താ നിങ്ങളൊക്കെ എന്നെങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു മൂപ്പര്. അപ്പൊ ആളുകൾ കാലിൽ തൊടയിലടിച്ചു മിണ്ടാണ്ടിരിക്കുന്നു സൂചിപ്പിക്കാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മനിൽ ഖാഇൽ, ആരാണ് ഈ റഹമുക്കല്ലാ പറഞ്ഞ് നിങ്ങളെന്തെന്നെ നോക്കുന്നതൊക്കെ പറഞ്ഞ ആളാരാണ്? ലിമ തുസവ്വിഫൂന അൻ-നദറ ഇലൈ, ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എല്ലാവരും എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക, എന്താ, വൈ ഡു യു സ്റ്റെയർ അറ്റ് മീ? അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇത് കേൾക്കുക, നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ എന്ത് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോ സഹാബിമാരൊക്കെ ആകെ ദേഷ്യപ്പെട്ടു, ഇയാൾക്കത് അറിയില്ല, നിസ്കാരത്ത് പറയാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ ഒരികത്തേക്ക് വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മര്യാദക്ക് പറഞ്ഞു കൊടുത്തു, ഈ നിസ്കാരം ഖുർആനും സൂറത്തും പിന്നെ ഓരോരോ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ജുലൂസിലുമൊക്കെ ചൊല്ലേണ്ട ദിക്റുകളെ പറയാവൂ. നിസ്കാരത്തിൽ ഇർഹമുക്കല്ലാഹ് പറയാൻ പാടില്ല, മറ്റു വർത്തമാനങ്ങൾ പാടില്ല എന്ന് പുണ്യനബി തങ്ങൾ മനോഹരമായി പറഞ്ഞു കൊടുത്തപ്പോൾ മസ്ജിദുൽ നബവിയുടെ പുറത്തേക്ക് വന്ന മനുഷ്യൻ പറഞ്ഞ വലിയൊരു സാക്ഷ്യമുണ്ട്. ഫവല്ലാഹ്, ബൈ ഗോഡ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. I have never ever seen a teacher better than Muhammad sallallahu alaihi wasallam, neither before this incident nor after.
ഈ സംഭവത്തിന്റെ മുമ്പോ ശേഷമോ പുണ്യനബിയോളം നല്ല ഏറ്റവും നല്ല അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ ശതമനി, എൻ്റെ പ്രവാചകൻ എന്നെ ചീത്ത പറഞ്ഞില്ല. വമാ ഖഹറനി, എന്നോട് ഗൗരവത്തിൽ പെരുമാറിയില്ല. എനിക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നു. അറിവില്ലാത്തൊരു മനുഷ്യനെ അങ്ങ് ഇടങ്ങാറാക്കിയാൽ എന്ത് ചെയ്യും? പുണ്യനബി അത് ചെയ്തില്ല. യസ്സിറു, തങ്ങൾ പറയാറുണ്ട്, മേക്ക് തിങ്സ് ഈസി, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, ഡു നോട്ട് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്, പ്രയാസമാക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷമാണ് നൽകേണ്ടത്, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ മൂത്രമൊഴിച്ച മനുഷ്യന്റെ ചരിത്രമുണ്ട്. ദുൽ ഖുവൈസിറത്തുൽ തമീമിയുടെ. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ വന്ന വലിയൊരു മനുഷ്യനല്ലേ. അന്ന് പള്ളിയിലൊന്നും കാർപ്പറ്റ് ഇല്ലാത്ത കാലമാണ്, മണലാണ്. ആ മനുഷ്യൻ മൂത്രമൊഴിച്ചു മദീന പള്ളിയുടെ മൂലയിൽ കിടന്നിട്ട്. ശരിക്കും കൂടെ മൂത്രമൊഴിച്ചു. ഇവർ മൂത്രമൊഴിക്കാൻ മുട്ടിയതാണ്. വിചാരിച്ചു ഇവിടെ നിന്ന് മൂലൊക്കെ പോയി ഒഴിക്കാന്ന്. സ്വഹാബികൾ ഒന്നാകെ എഴുന്നേറ്റു. സംഭവം സ്വഹാബികളിൽ വന്ന ഹദീസാണിത്. അവരൊക്കെ എഴുന്നേറ്റു. ഫഖാമു യദ്രിബൂന, ആ മനുഷ്യനെ ഒന്ന് പിടിക്കാനും ഒന്ന് പിടിച്ചു വെക്കാനും അടിക്കാനും ഒക്കെ സ്വഹാബിമാർ എഴുന്നേറ്റപ്പോൾ നബി തങ്ങൾ ലാ തുസ്രിമൂ, ആ മനുഷ്യന്റെ മൂത്രം മുറിക്കരുത് എന്ന് പറഞ്ഞു നബി തങ്ങൾ. അയാളെ ഓടിക്കേണ്ട, ഒന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കും, മൂത്രം പിടിച്ചു വെച്ചാൽ അത് പ്രശ്നമാവും ശരീരത്തിന്. പിന്നെ അയാൾ ചിലപ്പോൾ തുണി വെച്ചിട്ട് ഓടിയെന്ന് വരും. അപ്പോൾ വലിയ ഫളീഹത്തല്ലേ, അയാൾ അവർത്ത് കാണൂലേ. അതല്ലെങ്കിൽ മൂത്രം കൊണ്ട് ഓടി വളരെ ഒന്നാകെ നജസായി പോകും. അതുകൊണ്ട് അത് കഴിയട്ടെ എന്ന് പറഞ്ഞു നബി തങ്ങൾ. മൂപ്പര് റാഹത്തിൽ മൂത്രമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിഞ്ഞ് റാഹത്തിരിക്കുക. നബി തങ്ങൾ സ്വഹാബികളെ വിളിച്ചു. ഇതൂനി ബിദനൂബിൻ മിമ്മാ, ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ മൂത്രമൊഴിച്ചിടത്ത് ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അയാളുടെ മൂത്രത്തിനേക്കാളും ഒരുപാട് ക്വാണ്ടിറ്റി ഏറെയാണ്. അത് മതി. മുറ്റത്തുകൂടെ നായ പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പരം ഒഴിവ് അടിച്ചു വരുന്ന പെണ്ണുങ്ങളെ, വസ്വാസാവാൻ നിന്ന ജന്മത്തിലത് ആ ഭ്രാന്ത് മാറൂലേ. വസ്വാസിന് നിൽക്കണ്ട. നജസുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവിടെ അതിൻ്റെ വല്ല നജസിന്റെ അടയാളവും ഉണ്ടോ, വൃത്തിയാക്കണം. നേരെ മറിച്ച് ഇതിലെ ഒരു പൂച്ച പോയി, ആ പൂച്ച ചിലപ്പോൾ നായ ഉയർത്തൂടെ ചവിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നായ വേറെ നജസ്, ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വൃത്തിയായിക്കോ. ഇല്ലേ? ഈ മണ്ണിൽ ഇപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റും. ഇവിടെ നജസൊന്നും ഞാൻ കാണുന്നില്ലെങ്കിൽ ഖിബലയിലേക്ക് തിരിഞ്ഞ് എനിക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റും. ഭൂമിയെ അള്ളാഹു നമുക്ക് വിശുദ്ധമാക്കി തന്നിരിക്കുന്നുവെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂത്രത്തിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറായല്ലോ. 3 സ്വലാത്തുൽ ഇരുന്നാലോ? അടുത്ത 1 മണിക്കൂറിൽ നിർത്തുവേ ഇൻഷാ അല്ലാഹ്. 10:45 നിർത്തും. എണീറ്റ് നിർത്തിക്കുന്നത് 2 ഉദ്ദേശമാണ്. ഒന്ന് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റ് ഉണ്ടാവും. ഒന്ന് പേഴ്സൊക്കെ ഒന്ന് എടുക്കാനും, പിന്നെ തിരക്കുള്ളവർക്ക് വല്ല മുങ്ങാനും. ആരും കാണില്ല, വല്ല എണീക്കുമ്പോൾ പോയാൽ മതി ഇൻഷാ അല്ലാഹ്. ഹിഫ്ള് ഖുർആൻ വേണ്ടി സഹായിക്കണേ. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ബക്കറ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എണീറ്റ് നിന്നാലും ഞാൻ അടുത്ത സ്റ്റോപ്പ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം പോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോയാൽ ആരും കാണൂല. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ CCTV പോലെ നോക്കിയിരിക്കും. അതുകൊണ്ട് സമാധാനത്തിൽ പോകാനുള്ള സൗകര്യം കൂടിയാണ്. പിന്നെ ഒന്ന് എഴുന്നേറ്റൊന്ന് ഫ്രഷായി കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇരുന്നൊരു ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുത്താൽ ഒരു നല്ല ഉന്മേഷം കിട്ടും. ഇങ്ങനെ റൈറ്റിലാൾ ലെഫ്റ്റിലിരിക്കുക, ലെഫ്റ്റിലാൾ റൈറ്റിലേക്ക് ഇരിക്കുക. ആ ചെയർ ഒന്ന് മാറിയാൽ ഒരു പുതുമ തോന്നും. അങ്ങനെ ഒന്നൊന്ന് എഴുന്നേറ്റോളൂ. അതതിൻ്റെ ഭംഗി അങ്ങനെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു ഹബീബിൻ്റെ ഹദറത്തിലേക്ക് സ്വലാത്ത് സലാമിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പുറത്തു തരട്ടെ. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മനസ്സിൽ ഓർക്കുന്നവർ, അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ പ്രവർത്തകർ വരുമ്പോഴേ കാര്യമായൊരു സഹായം നമ്മുടെ ബക്കറ്റിൽ ഇട്ടു കൊടുക്കണം. നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ ചെലവിലേക്കാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ എല്ലാവരും. നിങ്ങളൊന്നും ഇങ്ങനെ ഒരുമിച്ച് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ അവനവൻ്റെ അക്കൗണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആഖിറത്തിലേക്ക് നമുക്ക് കിട്ടാനുള്ളതാണ്.
കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും പിശുക്കാൻ നിൽക്കണ്ട. നമുക്ക് കിട്ടാനുള്ളതല്ലേ. അവനവൻ്റെ സ്വന്തം അക്കൗണ്ട് കിടുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ മടിച്ചിരിക്കുമോ, 100 ഇടണോ 500 ഇടണോ, അതേറ്റവും നല്ലതല്ലേ ഇടുക അല്ലേ. നമ്മുടെ ഓൺ അക്കൗണ്ടിലേക്ക് പോകുന്ന സംഗതിയാണ് ഈ ദാനധർമ്മങ്ങളൊക്കെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ സഹായം എത്തിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ തുസ്രിമൂ, ആ മനുഷ്യന്റെ മൂത്രം നിങ്ങൾ മുറിക്കരുത് എന്ന് പുണ്യനബി ആഹ്വാനം ചെയ്ത് സ്വഹാബികളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. സംഭവമൊക്കെ കഴിഞ്ഞു. തങ്ങൾ വിളിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്നമാ ജുഇലത്തിൽ മസ്ജിദ് മസാജിദു ലിസ്സലാ, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് മസ്ജിദുകളെ അല്ലാഹു സംവിധാനിച്ചത്. അവിടെ മതാഹിറുണ്ട്, ശുദ്ധീകരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ടാണ് ശുദ്ധി വരുത്തേണ്ടത്. പള്ളിന്റെ ഉള്ളിൽ നിന്നല്ല. പള്ളിക്കുള്ളിൽ ഇങ്ങനെ വിസർജ്യങ്ങളാക്കരുത്. ഇത് അല്ലാഹുവിന്റെ പവിത്രമായ ഇടമാണ്. വളരെ മനോഹരമായി നബി ഞങ്ങളെ വിവരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര റാഹത്തായി. കൂടെയുള്ള എല്ലാവരും അടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരികയായിരുന്നു. അദ്ദേഹത്തിന് കാര്യം അറിഞ്ഞില്ല. ഇയാൾ അറിയാത്തൊരാളാണ്, ഒരു കാട്ടറബിയാണ്, ഒരു ബദുവാൻ, ഒരു ബെഡുവിൻ. ആ മനുഷ്യനോടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ദേഷ്യപ്പെടേണ്ടി വന്നത്. പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് നിസ്കാരത്തിന് വാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു. നബി തങ്ങൾ ഇമാമ നിസ്കരിക്കുകയാണ്. റുകൂഅ് കഴിഞ്ഞു. ഇഅ്തിദാലിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി തങ്ങൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അദ്ഖിൽനി വമുഹമ്മദൻ അൽ ജന്ന വലാ തുദ്ഖിൽ അഹദൻ ബഅദനാ. അല്ലാഹു അക്ബർ. റുകൂഅിലേക്ക് പോയി. ഇയാൾ ഉറക്കം കണ്ട് പറഞ്ഞു, അല്ലാഹുവേ, എന്നെയും മുഹമ്മദ് നബിയെയും നീ നിന്റെ സ്വർഗത്തിൽ കടത്തേണമേ. ഞങ്ങൾ കടന്ന പിന്നെ സ്വർഗ്ഗം പൂട്ടിയേക്കണേ, പഠിച്ചോണ്ട് ഒരൊറ്റ കുട്ടിനെ കടത്തരുത്. ഇതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നിസ്കാരം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചോദിക്കാൻ വയ്യല്ലോ. തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇവരെ ഞാൻ അതിനെ പറഞ്ഞത്, എന്നെയും തങ്ങളെയും സ്വർഗത്ത് കടത്തേ പിന്നെ അടച്ചോട്ടെ, ഇവരൊക്കെ അല്ലേ പിന്നെ പോകാനുള്ളത്, അവരൊന്നും പോകണം. എന്തേന്ന് ചോദിച്ചു. പൊന്നാര നബിയെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തപ്പോഴേ ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് ചാടി എണീറ്റില്ലേ? അങ്ങല്ലേ എന്നെ ശാന്തമായി സമാധാനത്തോടെ അങ്ങല്ലേ എനിക്കൊരു ഉപദേശം തന്നത്, അങ്ങല്ലേ എന്നോട് മാന്യമായി പെരുമാറിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളും മതി, അവിടെ ഇവരൊക്കെ പുറത്തുനിന്നോട്ടെ എന്ന്. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിഅ, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ അങ്ങോട്ട് ചെറുതാക്കിയല്ലേ. അവിടെ ഞാനും നിങ്ങളും കയറി, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ കയറി ചെന്നാലും അവിടെ ഇനിയും ഇടം ബാക്കിയുണ്ട്. അതുകൊണ്ട് വിശാലമായ സ്വർഗത്തെ നിങ്ങൾ അങ്ങ് ചെറുതാക്കിയല്ലേ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അദ്ദീനു അൽ അഖ്ലാഖ്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഉംറയും എല്ലാ അർക്കാനുകളും ഫർളുകളും വാജിബാത്തുകളും ഒക്കെ ചെയ്തു കഴിയുന്ന ഒരു മനുഷ്യൻ പിന്നീട് ശ്രദ്ധിക്കേണ്ട വിഷയം ഒരു മനുഷ്യന്റെ സ്വഭാവ ശുദ്ധീകരണമാണ്, ഒരു മനുഷ്യന്റെ പെരുമാറ്റമാണ്. ഒരു മുസ്ലിം നന്നായി പെരുമാറാൻ കഴിയുന്ന ആളാവണം. അഹങ്കാരം ഉണ്ടാവരുത്, താൻ വലിയവനാണെന്ന തോന്നൽ ഉണ്ടാവരുത്. എന്റേത് മാത്രമാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ന്യായം, ബാക്കിയൊക്കെ തെറ്റാണ്, അങ്ങനെയും പറയരുത്. മറ്റുള്ളവരെ കേൾക്കാൻ അവസരമുണ്ടാവണം, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് 3 അതിഥികളെയും കൊണ്ട് വരുന്നു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇടങ്ങളിൽ ചോദിച്ചു, ഞങ്ങൾക്ക് താമസിക്കാൻ ആരെങ്കിലും ഇടം തരുമോ? സ്വഹാബികൾക്കത് സൗകര്യമില്ലായിരുന്നു. മദീന പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു 3 പേരെ അതിഥികളായി വിദൂരങ്ങളിൽ താമസിക്കുന്നവരെ അവർ മദീനയിൽ വന്നു ഹബീബിനെ കാണാൻ. താമസിക്കാനിടമില്ല. തങ്ങൾ പറഞ്ഞു, എൻ്റെ മസ്ജിദിൽ നിങ്ങൾക്ക് താമസിക്കാം, എൻ്റെ പള്ളിയിൽ താമസിച്ചോളൂ, ഞാനും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഞാൻ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഭക്ഷണമാണ്. ഞാൻ പട്ടിണിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പട്ടിണിയാവൂ. എനിക്ക് ഭക്ഷണമുണ്ടോ, നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടായിരിക്കും. പോരേന്ന് ചോദിച്ചു. മതി നബിയെ, മതി, ധാരാളം മതി. ആരാ ഇവിടുത്തെ ഹോസ്റ്റ്? പുണ്യ നബി സല്ലല്ലാഹു. ഗസ്റ്റുകൾ ആരാ? ഹബീബിന്റെ സ്വഹാബിമാർ. അതിൽ മിഖ്ദാദ് ഇബ്നു അംർ എന്നവരെ നബി നിങ്ങൾക്കറിയാം, ബാക്കി 3 പേരെ നിങ്ങൾക്കറിയില്ല. മിഖ്ദാദ് എന്നവരുടെ ചങ്ങാതിമാരാ. അങ്ങനെ മസ്ജിദ് നബവിയിൽ അവർ 2 ആഴ്ചയിലേറെ താമസിച്ചിട്ടുണ്ട്, വിശുദ്ധമായ മദീന പള്ളിയിൽ. നമ്മൾ പള്ളിയിൽ ഇപ്പോൾ എഴുതി വെക്കും, ഇവിടെ ഉറങ്ങരുത്, സമയം കഴിഞ്ഞാൽ പള്ളി പൂട്ടിപ്പോരും ചെയ്യും അല്ലേ. പള്ളിയിൽ ഉറങ്ങാൻ വിടൂല. ഒരാൾക്ക് ക്ഷീണം, അതവിടെ പിന്നെ ഇറക്കി വിടാൻ കുടുങ്ങിപ്പോവും. അവിടെ അങ്ങ് പാർത്ത കളയും ചിലപ്പോൾ, അത് പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ മിമ്പർ അങ്ങ് തോളിലെടുത്ത് കൊണ്ടുപോകുന്നത് പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു സുരക്ഷിതത്വ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പള്ളികളൊക്കെ പൂട്ടുന്നത്. അല്ലെങ്കിൽ പള്ളിയിൽ കടന്നുറങ്ങുന്നത് കുഴപ്പമില്ല. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കഴിച്ചു കൂട്ടിയത് മക്കത്തെ പള്ളിക്കുള്ളിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം കടന്നുറങ്ങിയത് മക്കത്തെ പള്ളിയിലാണ്, മസ്ജിദുൽ ഹറാമിലാണ്. അതാ ഇബ്നു അബീ റബാഹ തങ്ങൾ
30 വർഷത്തോളം താമസിച്ചത് മക്കത്തെ പള്ളിയിലാണ്. അതിനൊന്നും പ്രയാസമില്ല, അതൊന്നും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. അതിഥികളെ, നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ സംരക്ഷിക്കണമെന്നും ഭക്ഷണം കൊടുക്കണമെന്നും നാട്ടുകാരുടെ നിർബന്ധമാണെന്നാണ് പറയാം. പക്ഷെ ഇന്ന് ആരാണ് ഫ്രോഡുലൻസ്, ആരാണ് ഇതിലെ ഒറിജിനൽ, ഏതാണ് ജെനുവിൻ, ആരാണ് സത്യസന്ധരെന്ന് അറിയാത്തൊരു കാലമായതിൻ്റെ പേരില്ല. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ബാധ്യതയുണ്ട്. ഒരു മനുഷ്യ നാട്ടിൽ വന്നാൽ അവർക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതാണ്. ഇരിക്കട്ടെ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിനും ഞങ്ങൾക്കും അവിടെ ഏതാനും ആടുകൾ ഉണ്ടായിരുന്നു, പാല് തരുന്ന ആടുകൾ. ആ ആടിൻ്റെ പാല് ഞങ്ങൾ കുടിക്കും. മിക്കവാറും രാത്രിയാണ് ഞങ്ങൾ റൂമിലേക്ക് എത്തുക. റൂമിലെത്ത് പള്ളിയുടെ ഒരു ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാലിൻ്റെ പാത്രം അവിടെ എടുത്തു വെക്കും, പാലിൻ്റെ കപ്പ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കപ്പ് കുടിക്കും. അങ്ങനെ ഞങ്ങൾ 4 പേരുടേത് കഴിഞ്ഞ് 5ാമത്തേത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോരുകയാണ്, കാര്യമായ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിഖ്ദാദ് തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ അൻസ്വാരികളുടെ വീട്ടിലേക്ക് പോയി എന്നെനിക്ക് വിവരം കിട്ടി. മദീനക്കാർ മൊത്തം അൻസാരികളാണ്, അവിടെ മുഹാജിറുകൾ വന്നു ചേർന്നവരാണ്. മദീന നാട്ടുകാർ അൻസ്വാരികളാണല്ലോ. അൻസ്വാരികളാണെങ്കിലോ സൽക്കാരപ്രിയരാണ്, നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ്. ഇപ്പോൾ വാദിനൊക്കെ വരും, ഭക്ഷണം കൊടുക്കുക, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വാദ് പറയുന്നവർക്ക് ആലിമീങ്ങൾക്ക്, സദുസ്താദിന്, ചാലിമീങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് വീടുകൾ, ഒരുപാട് ഉമ്മമാർ സ്നേഹത്തോടുകൂടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കുമൊക്കെ നീ ഖൈറു ചെയ്യണേ പടച്ചവനെ, അത് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നബി ഞങ്ങൾക്ക് അൻസ്വാരികൾ ഭക്ഷണം കൊടുക്കാതെ വിടൂല, എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. അൻസ്വാരികൾ അങ്ങനെയാണ്. അന്ന് രാത്രി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പാലൊക്കെ കറന്ന് വെച്ച് റെഡിയാക്കി വെച്ചു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കപ്പ് കുടിച്ചു. റസൂലുള്ളാഹിന്റെ കപ്പ് അവിടെ ഒരു കോപ്പയിൽ പാല് അവിടെ കിച്ചൺ എന്ന് പറഞ്ഞൂടെ, ഒരു ചെറിയ പാൻട്രി അവിടെ ഉണ്ട് മദീന പള്ളിയോട് ചേർന്നിട്ട്. അദ്ദേഹം പറയാം, എൻ്റെ തലയിൽ അന്ന് പിശാച് കയറി. വിശക്കുന്നുണ്ടേ, ഞാനതൊന്ന് കുടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു. കാരണം നബിക്ക് എന്തായാലും ഇനി ആവശ്യം ഉണ്ടാവില്ല, ലേറ്റ് ആയില്ലേ, എന്തായാലും നബി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക. റക്കിബനി ശൈത്വാനി, എൻ്റെ പിശാചിൻ്റെ തലയിൽ കയറി എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കപ്പെടുത്ത് കുടിച്ചാലോ എന്ന് തോന്നിപ്പോയി, അതാണ് ഈ പറയുന്നത്. പിശാച് തലയിൽ കയറി എന്ന് പറഞ്ഞത് വെറുതെ തോന്നി, നബിക്ക് ആവശ്യം ഉണ്ടാവില്ല. അടുത്ത് പോവും. നബി ഇപ്പോൾ വിശന്ന് വരികയാണെങ്കിലോ വേണ്ട, പോയി കിടക്കും. വിശക്കനുണ്ടായി, നബിക്ക് എന്തായാലും ഇത്ര നേരമായില്ലേ, നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ പോവുക വരിക. അവസാനം പോയിട്ട് അങ്ങ് എടുത്ത് കുടിച്ചു. കുടിച്ചത് പരമാർത്ഥം മിഖ്ദാദ് എന്നവർക്ക് വിറക്കാൻ തുടങ്ങി. പടച്ചവനെ, ഞാൻ ആ പാല് കുടിച്ചു, ഇനി പാലൊക്കെ കറന്നാൽ കിട്ടൂല. ആടുകളൊക്കെ ഉറങ്ങുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങളെങ്ങാനും വിശന്നിട്ടാണ് വരുന്നതെങ്കിൽ തങ്ങളുടെ പാല് വെച്ചിടത്തേക്ക് തങ്ങൾ ചെന്ന് നോക്കി ആ പാത്രം തുറക്കുമ്പോൾ അതിലില്ലെങ്കിൽ, പടച്ചോനെ, നബി എങ്ങാനും എനിക്കെതിരെ ദുആ ചെയ്താൽ എൻ്റെ ദുന്യാവും ആഖിറവും ഒരു കപ്പ് പാലും പോയല്ലോ പടച്ചോനെ, ഞാൻ എന്തിനത് ചെയ്തു? മഹാനവൾക്ക് ബേജാറായി, ടെൻഷനായി, ഭയങ്കര ടെൻഷൻ. കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരണ്ടേ, നബി തങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പം മിഖ്ദാദ് എന്നവർ വരിക, തങ്ങൾ പറയാ, ഒരു ചെറിയ പുതപ്പുണ്ട്, കാലിങ്ങനെ പുതച്ചാൽ പിന്നെ നെഞ്ച് വരെ എത്തുള്ളൂ, തല പുതച്ചാൽ പിന്നെ കാല് പുറത്തായിരിക്കും. ഞാനങ്ങ് തലയിലേക്ക് ആ പുതപ്പിട്ടിട്ട് ഉറങ്ങിയ പോലെ അങ്ങോട്ട് കിടന്നു, ഉറക്കം വരുന്നില്ല. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക, തങ്ങൾ വന്നാലേ ഇനി ഉറക്കം വരൂ. മിഖ്ദാദ് എന്നവർ പറയാണ്, കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിലാരോ തുറക്കുന്നുവല്ലേ, അസ്സലാമു അലൈക്കും. ഉറങ്ങാത്ത ഒരാൾ അത് കേൾക്കും, ഉറങ്ങിയ ഒരാൾ അതുകൊണ്ട് ഉണരുകയുമില്ല. അങ്ങനെ ഒരു സലാം നബി തങ്ങൾ പറഞ്ഞു. ഇത് ഗൾഫിലും ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന ബാച്ചിലർ റൂമിൽ അപ്ലൈ ചെയ്യേണ്ട സംഗതിയാണിത്. അവിടെ നേരത്തെ ജോലിക്ക് പോകുന്നവരുണ്ടാവും, കോളേജിൽ പോകുന്നവരുണ്ടാവും, 4-5 ആളുകളൊക്കെ ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴേ നേരത്തെ ഉറങ്ങുന്നവരുണ്ടാവും. ലേറ്റായി വന്നിട്ട് ലേറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉഷാറാക്കി ഒച്ചപ്പാടും ബഹളം തുടങ്ങിയവർക്ക് ഉറങ്ങാൻ പറ്റുമോ? അവിടെയൊക്കെ മെല്ലെ കിടക്കാവൂ, ഒരു ബുദ്ധിമുട്ടാക്കാതെ മെല്ലെ അങ്ങ് കിടക്കുക, മെല്ലെ പോയി കിടന്നുറങ്ങുക, അവിടെ ബുദ്ധിമുട്ടാക്കരുത്. നബി തങ്ങൾ അങ്ങനെ ഒരു സലാം പറഞ്ഞു. മിഖ്ദാദ് പറഞ്ഞു, ഞാൻ മെല്ലെ സലാം അടക്കി, ഞാൻ ഉറങ്ങിയ പോലെ കിടക്കല്ലേ, അതുകൊണ്ട് ഉറക്കെ പറയാൻ വയ്യല്ലോ, ഞാൻ മെല്ലെ വലൈക്കും സലാം. തങ്ങളത് കേട്ടിട്ടില്ല, തങ്ങൾ വിചാരിച്ച് ഞാൻ ഉറങ്ങുകയാണ്. മിഖ്ദാദ് എന്നൊരു പറയാൻ തുടങ്ങി, എന്നെ നെഞ്ചു പിടക്കുന്നു, ഇപ്പോൾ വരും ഒരു പ്രാർത്ഥന എനിക്കെതിരെ. കിച്ചണിലേക്ക് നബി തങ്ങൾ നടക്കുകയാണ്. ഹബീബായ നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ അങ്ങോട്ട് പോകില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അല്ലാ, ഇനി എന്ത് ചെയ്യും? അല്ലാഹുവേ, എൻ്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു പ്രാർത്ഥന പ്രവാചകരുടെ ചുണ്ടിൽ നിന്നെങ്ങാനും വീണുപോയാൽ എന്തിന് മിഖ്ദാദ് ജീവിച്ചിരിക്കണം? പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പാല് വെച്ച കപ്പിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട്. ആ അടപ്പ് നബി തങ്ങൾ തുറക്കുന്നതും മിഖ്ദാദ് എന്നവർ കേൾക്കുകയാണ്. അല്ലാ, ഇപ്പം വരും നബി തങ്ങൾ എനിക്കെതിരെ ദുആ ഇറക്കുന്നു. പേടിച്ചിരിക്കുക. തങ്ങൾ നോക്കുമ്പോൾ പാലില്ല. തങ്ങൾ വിശന്നിട്ടാണ് വന്നത്. തങ്ങളന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ചെറുപ്പകാലത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഇക്കാക്കാൻ്റെ മീനിൻ്റെ കഷ്ണം അടിച്ചു മാറ്റലും, ഉമ്മ എടുത്ത് വെച്ച പപ്പടം, ഇങ്ങനെയൊക്കെ നുണ മൂക്കുമ്പോഴേ ഭക്ഷണമില്ലാത്ത കാലം, ദാരിദ്ര്യമുള്ള കാലമല്ലേ. അപ്പോൾ അപ്പുറത്തുള്ളതൊക്കെ ഒന്ന് അടിച്ചു മാറ്റലും, ഇടയ്ക്കൊക്കെ ഒന്ന് പഴക്കൊന്ന് കടിച്ച് തന്ന് പകുതിയാക്കി തോലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് പോകലും അല്ലേ. അങ്ങനെയൊക്കെ ചില കുസൃതികളൊക്കെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടാവും. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, അതിന് വലിയ കുസൃതി ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഏതായിരുന്നാലും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് പുണ്യനിബിതങ്ങൾ ആ പാത്രത്തിന്റെ അതിന്റെ ലിഡ് നിബിതങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ പറയാണ്, അല്ലാഹുമ്മ തുഇമ്മൻ തുഅമനി വസ്ഖിമൻ സഖാനി. അല്ലാഹുവേ, ആരാണോ എനിക്ക് ഭക്ഷണം നൽകുന്നത് അവർക്ക് നീ നിന്റെ സ്വർഗത്തെ ഭക്ഷണം കൊടുക്കണമേ. ആരാണോ എനിക്ക് കുടിക്കാൻ വല്ലതും കൊണ്ടുതരുന്നത് അവർക്ക് സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കണ്ട് കേട്ടപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പുതപ്പൂരിട്ട് ഒരൊറ്റ ഓട്ടം പുറത്തേക്ക്. എന്തിന്? നബിതങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം, നബിതങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. ആദ്യം നോക്കി പാലുണ്ടോ, ഇല്ലെങ്കിൽ ആ ആടിനെ അവിടെ അറുത്തിട്ടെങ്കിലും ഒരു ബാർബിക്യൂ നബിതങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നാ മഹാന്റെ ഉദ്ദേശം. ഒരൊറ്റ ഓട്ടം. അപ്പൊ നബിതങ്ങൾ മിഖ്ദാദ് എവിടേക്കാ? ഇപ്പൊ വരെ നബി, ഇപ്പൊ വരാ. അപ്പൊ നബിതങ്ങൾ അറിഞ്ഞു മിഖ്ദാദ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാൻ പറയാണ്, ഞാൻ ആടിന്റെ അകിടുകൾ നോക്കി, വെറുതെ നോക്കി, പാലുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അന്ന് പാലുണ്ട്. അത് ഹബീബിന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. ഞാൻ വേഗം ഒരു പാത്രം കൊണ്ടുവന്നു, വലിയൊരു പാത്രം. പാത്രത്തിലേക്ക് പാല് ചുരത്തി, പാലിന്റെ നുരയങ്ങ് നിറഞ്ഞു ആ പാത്രത്തിൽ. സാധാരണ അത്ര പാലുണ്ടാവാറില്ല. ഞാൻ ആ പാത്രവുമായി ഹബീബിന്റെ മുമ്പിൽ വന്നു. രാത്രി നേരം നബിയെ ഇഷ്റബ്, കുടിക്കിൻ നബിയെ എന്ന് ഞാൻ പറഞ്ഞു. ഹബീബിന് ഒഴിച്ചു കൊടുത്തു. നബി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹബീബായ നബി തങ്ങൾ അത് ബിസ്മി ചൊല്ലി കുടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ് നബിയെ കുടിക്കിൻ, നബിയെ. വീണ്ടും ഒഴിച്ചു കൊടുക്കുക, വീണ്ടും നബിയെ കുടിക്കിൻ. 3 തവണ ഹബീബിന് ഒഴിച്ചു കൊടുക്കുന്നു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി ഞങ്ങൾ ചോദിച്ചു, മിഖ്ദാദേ ഇതെന്താന്ന് ചോദിച്ചു. നബിയെ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ അങ്ങോട്ട് ഉരുണ്ടു. വല്ലാത്തൊരു ഉരുളൽ, സന്തോഷം കൊണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ ഇത് വലിയ വലുപ്പമില്ലാത്ത കുപ്പായാണ്, അതുകൊണ്ട് ഇങ്ങനെ നീ ഉരുണ്ടു പറഞ്ഞാൽ അതിന്റെ ആവൃത്ത് കാണുന്നുണ്ട് കേട്ടോ, കണ്ടുപോകും കേട്ടോ. മിഖ്ദാദ്. അപ്പൊ മിഖ്ദാദ് എന്ന് ഒരു അരമുണ്ടൊക്കെ റെഡിയാക്കിയിട്ട് നബിയുടെ മുമ്പിൽ വന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. എന്താ മിഖ്ദാദേ സന്തോഷം പറയേ. നബിയെ സംഗതി ഇങ്ങനെയാ സംഭവിച്ചത്, ഞാൻ എൻ്റെ ഗുരുത്തക്കേട് കൊണ്ട് ഞാൻ കുടിച്ചതാണ്. പക്ഷേ അള്ളാഹു വലിയൊരു അനുഗ്രഹം ചെയ്തു. അങ്ങയുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. അല്ലാഹുമ്മ തുഇമ്മന്ന തുഅമനി. നബി ദുആർക്കുന്ന എന്താണ്? എൻ്റെ പാൽ അടിച്ചു മാറ്റിയവനെ കൊടുക്കണേ എന്നല്ല നബി തങ്ങൾ. നമ്മളങ്ങനെ അവനെന്ത് വയറിളക്കം പിടിക്കട്ടെ എന്ന് പറയില്ലേ. സുബ്ഹാനല്ലാഹ്. തങ്ങൾ ആ നെഗറ്റിവിറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ തുഇമ്മന്ന തുഅമനി. ഇനി എവിടെന്നെങ്കിലും ഒരു ഭക്ഷണം എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിനാരാണോ നിമിത്തമാകുന്നത് അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണമേ. വസ്ഖിമൻ സഖാനി. എനിക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നവർക്ക് റബ്ബേ നിന്റെ സ്വർഗത്തിലെ പാനീയം കുടിപ്പിക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ, അങ്ങയുടെ പാല് ഞാൻ കുടിച്ചു കിടന്നിട്ട് അങ്ങ് പട്ടിണിയാകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ ഒരു ശാപത്തിന്റെ പ്രാർത്ഥന എനിക്കെതിരെ വരികയാണെങ്കിൽ എന്റെ ദുന്യാവും എന്റെ ആഖിറവും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് നബിയെ അങ്ങൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് വേണം, എനിക്ക് വേണം, അങ്ങയെ ഞാൻ കുടിപ്പിക്കണം, അങ്ങേക്ക് ഞാൻ ഭക്ഷണം തരണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഓടിയതാ നബിയെ. പാലുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ അകിടിൽ പാൽ അല്ലാഹു തന്നത്. അതുകൊണ്ട് നബിയെ കുടിച്ചോളൂ, എന്നോട് മാപ്പാക്കണേ. തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ് അങ്ങയുടെ സുഹൃത്തുക്കളെ കൂടി വിളിച്ചോളൂ. വേണ്ട നബിയെ, അങ്ങ് കുടിച്ചാൽ അത് മതി, എനിക്ക് അങ്ങയെ കുടിപ്പിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് നേരം വെളുത്തിട്ട് ഞാൻ കൊടുത്തേക്കാം. അങ്ങ് പട്ടിണിയായില്ലല്ലോ, അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്തില്ലല്ലോ. അങ്ങ് ദുആ ചെയ്ത എനിക്ക് തരുന്നവർക്ക് കൊടുക്കണേ, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് നീ കൊടുക്കണേ എന്ന പ്രാർത്ഥനക്ക് എനിക്ക് അല്ലാഹു ഉത്തരം തരികയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു നബിയേ. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അന്നം തന്നാൽ, വെള്ളം തന്നാൽ, വീട്ടിൽ നിന്ന് ഉസ്താദ്മാർ ദുആ ചെയ്യും, ഫാത്തിഹ വിളിക്കും, 3 ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ദുആ ചെയ്യും. ഭയങ്കര പ്രാർത്ഥനയല്ലേ അത്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 3-1. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ മഹത്വം കിട്ടും. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, കണ്ണേറിന്റെയും സിഹറിന്റെയും രാത്രിയുടെയും മറ്റു അള്ളാഹുവിന്റെ സൃഷ്ടികളുടെയും ഉപദ്രവങ്ങൾ ഉണ്ടാകരുതേ എന്ന് റബ്ബിനോട് കാവൽ ചോദിക്കുന്ന സൂറത്തുകളാണ്. ഭയങ്കര പവറുള്ള സൂറകളാണ്. ഇത് ഓതിയിട്ട് ഉസ്താദ്മാർ ദുആയിരിക്കും, അല്ലാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. അപ്പോൾ പറയും, ഇപ്പുറത്ത് നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അത് ശിർക്കല്ലേ, അത് വിദഅത്തല്ലേ, എന്താ ചെയ്യാ. പുണ്യ നബി തങ്ങൾ
അവർക്ക് ഭക്ഷണം, തങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. അല്ലാഹു എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ കൊടുക്കണേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിക്കാൻ കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭങ്ങൾ ഒത്തുവരുമ്പോൾ അത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ദുആ ചെയ്തു കൊടുക്കണം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പല്ലുകുത്തി ഇറങ്ങി വരുമ്പോഴേ പോരാന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്, ആരാൻ്റെ ഭക്ഷണം പോയി കഴിക്കുക, എന്നിട്ട് ഒരു ഡയലോഗും ഒന്ന് പറയേണ്ടത് എന്താ? ഏതായിരുന്നാലും ഇത്രയും ആളുകളൊക്കെ ഇട്ട് വരുന്ന ഒരു പരിപാടിയല്ലേ, അല്ലാഹു തആല ഖൈറ് ചെയ്യട്ടെ, നല്ലോണം ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആ വീട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മളെന്ത് പറയും? മിനിഞ്ഞാന്നൊരു കല്യാണം ഉണ്ടായിരുന്നടോ, അതാ കല്യാണം, ഇതൊക്കെ എന്ത്, ഇങ്ങനൊന്നും പറയല്ലേ, ഇങ്ങനൊന്നും പറയല്ലേ. വിളിക്കാതെ കല്യാണത്തിന് പോകുന്നവരുണ്ടാ? ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമൊരു ചിരി. കോളേജ് പഠിക്കണ കാലത്തൊക്കെ റോഡ് സൈഡിലെ കൺവെൻഷൻ സെൻറ്ററിലൊക്കെ ടിപ്പിൽ കയറി ചെന്നിട്ട് മൂക്കറ്റം നിന്ന് പോരുന്ന ആൾക്കാരുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഒരു വീട്ടിൽ വിളിക്കാതെ ഒരാൾ വന്നാൽ ഫഖദ് ദഖല സാരിഖൻ വഖറജ മുഗീറ. ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോകണം. ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോയിട്ട് വെറുതെ അഭിനയിച്ചിട്ട് ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിറങ്ങി വന്നാൽ നിങ്ങൾ ആ കൺവെൻഷൻ സെൻറ്ററിലേക്ക് കയറുന്നത് ഒരു കള്ളനായിട്ടാണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഒരു കൊള്ളയടിച്ച ഒരു കൊള്ളക്കാരനായിട്ടാണ്. പുണ്യനബി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിച്ചു പോയതിനെ പറ്റി ഒന്നും ചെയ്യാനില്ല, അള്ളാഹിനോട് പൊറുക്കല്ലേ ചോദിച്ചോളൂ. എത്ര കല്യാണങ്ങളെ പൊട്ടാറുണ്ടെന്നറിയോ? നാട്ടുകാർ വന്ന് കയറിയിട്ടേ. പിന്നൊരു കാര്യം നമുക്ക് തമ്മിൽ പറയാലോ, ഈ കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോഴേ ഈ നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പള്ളിയുടെ നാട്ടുകാർ വന്നിട്ടുണ്ടല്ലോ, പുതിയണ്ണിൻ്റെ നാട്ടുകാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ അതിഥികളാണ്. അതിഥികളായ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടേ നമ്മൾ നാട്ടുകാർ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞാണ്ട് ഒരു ഓട്ടം ഭക്ഷണ ഹാളിലേക്ക് 4 ദിവസം തിന്നാണ്ട് ഭക്ഷണം നടന്നിട്ട് വരിക എന്നാണ് വിചാരിക്കുക. നമ്മൾ ഒന്നാകെ കയറി ചെന്ന് ഈ വീട്ടുകാരൻ ബുദ്ധിമുട്ടായി പോയി, റബ്ബേ എൻ്റെ അതിഥികളാണ്, അന്യനാട്ടിൽ നിന്ന് വന്നവരാ, അവർക്ക് ഇരിക്കാൻ സീറ്റ് പോലുമില്ല, ഒന്നുമില്ല, ഇരുന്നവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ പിന്നെ കല്യാണം പെശകാവില്ല. പിന്നെ അത് പറയാനിട്ട് വയ്യാതാനും ഇങ്ങനെ കുടുങ്ങുന്നത്. അവിടെ ദയവ് ചെയ്ത് ഈ ഭക്ഷണം കാണാത്ത കളി കളിക്കരുത്. നമ്മളൊക്കെ അത്യാവശ്യം കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ നാട്ടിലുള്ളതാണ്. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫംഗ്ഷനിൽ വരുമ്പോൾ ആരാണോ അവിടുത്തെ അതിഥികൾ അവരാദ്യം കഴിക്കട്ടെ, എന്നിട്ട് മിച്ചുണ്ടെങ്കിൽ മതി നമുക്ക്. അങ്ങനെ ഒരു അച്ചടക്കം, ഒരു അദബ് നമ്മൾ പാലിക്കേണ്ടവരാണ്. അദ്ദീനു അൽ അഖ്ലാഖ്. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ ഗുണങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പെരുമാറ്റമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മാനേഴ്സാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിയാറുകളായ മനുഷ്യരോട് എളുപ്പം ചെയ്തു കൊടുക്കണേ, അവർക്ക് ബുദ്ധിമുട്ടാക്കരുതേ എന്ന് വിചാരിച്ച് ശറഇന്റെ ഒരു നിയമത്തെ ലഘൂകരിക്കണമെന്നല്ല പറയുന്നത്. ശറഇന്റെ ഒരു ഫരീളത്തിനെ കോംപ്രമൈസ് ചെയ്യണമെന്നുമല്ല പറയുന്നത്. നിയമം തന്നെയാണ്. പക്ഷേ അത് ഇടപെടുന്ന രീതികളിൽ നിങ്ങൾ അവധാനത പുലർത്തണം. നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. പുണ്യനബി തങ്ങൾക്കത് ഇഷ്ടമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്ന ആള്. അബ്ദുല്ലാഹിബ്നു ഉബൈ മുനാഫിക്കുകളുടെ നേതാവാണ്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് പരത്തിയ അന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഹെഡായിരുന്ന മനുഷ്യനാണ് ഇയാൾ. അയാളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. ഭയാനകമായ ശിക്ഷയുണ്ട്. ആരാണോ ഈ കിംവദന്തി എഴുന്നള്ളിയത് അയാൾക്ക്, ആരാണിത് കൊണ്ടുവന്നത്, ആ ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ. നോക്കണേ, അയാളുടെ മകൻ അബ്ദുള്ള സ്വഹാബിയാണ്. വാപ്പന്റെ പേര് അബ്ദുള്ളയാണ്. മൂപ്പര് മുനാഫിക്കുകളുടെ നേതാവ്, കാഫിറാണ്. പക്ഷേ അവരുടെ മകൻ അബ്ദുള്ള സ്വഹാബിയാണ്. അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്ന ഈ മുനാഫിക്കുകളുടെ നേതാവ് കച്ചവടക്കാരനാണ്. മദീനയിലെ ഹോൾസെയിൽ കച്ചവടക്കാരൻ. അയാൾ ഹോൾസെയിലറാണ്. ഒരുപാട് ഗോതമ്പും അരിയും സാധനങ്ങളും ടെക്സ്റ്റൈൽസുകളും തുണികളും വസ്ത്രങ്ങളും ഒക്കെ മദീനയിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ അനുയായിയും സ്വഹാബിയുമായി മാറിയ അബ്ദുല്ലാഹിബ്നു ഉബൈന്റെ മകനായ അബ്ദുല്ലാഹി പുണ്യ നബിയോട് വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പയുടെ കച്ചവട സംഘം മദീനയിലേക്ക് വരുന്നുണ്ട്. അങ്ങയെ വേദനിപ്പിച്ച മനുഷ്യനാണ് അയാൾ. അങ്ങയുടെ ഭാര്യയും ഞങ്ങളുടെ ഉമ്മയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകരുടെ ഭാര്യമാർ, ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ഞങ്ങളുടെ ഉമ്മയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ
പാവമായ സ്വഹാബി സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞ് ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞ എന്റെ വാപ്പ നബിയെ മദീനയിലേക്ക് കച്ചവട സംഘവുമായി വരുന്നുണ്ട്. എന്റെ വാപ്പയെ മദീനയിലേക്ക് ഞാൻ വിടാതെ മദീനയുടെ ബോർഡറിൽ ഞാനും എന്റെ ആളുകളും ചെന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ട്. നബിയെ, അങ്ങ് സമ്മതം തന്നാൽ മാത്രമേ എന്റെ വാപ്പയെ മദീനയിലേക്ക് ഞാൻ വിടുകയുള്ളൂ. ആവേശം കൊണ്ട് ചെയ്തതാണ്. ഹബീബിനെ വേദനിപ്പിച്ച ആളല്ലേ അയാൾ. സ്വന്തം വാപ്പയെ കുറിച്ചായി പറഞ്ഞത്. മോനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിങ്ങളുടെ ഉപ്പയല്ലേ അത്. നിന്റെ ഉപ്പ എന്നോട് ഉപദ്രവം ചെയ്തു എന്നത് സത്യം തന്നെയാണ്. എന്നാലും നിന്റെ ഉപ്പയോടൊരു വിദ്വേഷം എന്റെ മനസ്സിലില്ല. അതുകൊണ്ട് ഉപ്പയോട് വരാൻ പറയും. ഉപ്പയുടെ കച്ചവട സംഘത്തെ തടഞ്ഞു വെക്കണ്ട. അയാൾ കച്ചവടക്കാരനല്ലേ, മദീനയിൽ കച്ചവടം നടന്നോട്ടെ, ആൾ ബിസിനസ് ചെയ്യുന്നില്ലേ ഉള്ളൂ, അത് ചെയ്തോട്ടെ, നിന്റെ ഉപ്പയെ തടഞ്ഞു വെക്കരുത്. ഹബീബായ നബിയെ, അങ്ങ് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഞാൻ സമ്മതം കൊടുക്കാം. അങ്ങ് പറ്റില്ല എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ എന്റെ ഉപ്പയുടെ കച്ചവട സംഘ കാരവാൻ മുഴുവനും സിറിയയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു ഞാൻ. പക്ഷേ അങ്ങേക്ക് വേണ്ടി ഞാൻ സമ്മതിക്കുകയാണ്. വാപ്പയെ കൊണ്ടുവന്നു. വാപ്പയോട് വരാൻ വേണ്ടി പറഞ്ഞു. എന്റെ മകൻ അത്രയും ശക്തനായിരുന്നു. എന്റെ മകനെ വകഞ്ഞു മാറ്റാനൊന്നും വാപ്പക്കെന്ന് പറ്റില്ലായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മരിക്കുകയാണ്. ആ മനുഷ്യന്റെ മരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ മരണത്തിന്റെ വിവരമെത്തുന്നു. മോനാ വരുന്നത്. ഇയാൾക്ക് അവിടെ വിശ്വാസിയാണെങ്കിലും നോക്കണേ, അയാളുടെ മനസ്സിനുള്ളിൽ ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. ഏതായാലും കുരുത്തക്കേട് ചെയ്തിട്ടാ പോകുന്നത്. പക്ഷേ ഖബറിൽ പോയി കിടക്കുമ്പോൾ അദാബുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ നബി ധരിച്ച ഒരു ഖമീസ്, ഒരു കുപ്പായം എനിക്ക് കിട്ടിയാൽ, അതിലെന്നെ പൊതഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തിയാൽ അള്ളാഹിന്റെ അദാബിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് അയാൾക്ക് തോന്നി. മോനോട് പറഞ്ഞു, മോനെ നബി, ഹബീബാ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നബിയോട് ചോദിക്കണം, ഹബീബിനോട് ചോദിക്കണം, എനിക്കൊരു ഖമീസ് നൽകുമോ എന്ന് ചോദിക്കണം. ലിയകൂന കഫനീ, അതെന്റെ കഫൻ പുടയാവാനാണ്.